നമ്മൾ നേരെ പോകുന്നത് കാസർഗോട്ടേക്കാണ്. കാസർഗോഡ് കാഞ്ഞങ്ങാട് മാവേലിക്കൊപ്പം പ്രജകളെ കാണാൻ പ്രജകൾക്കൊന്നും അത്ര ഇഷ്ടമല്ലാത്ത, ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. ആരാണെന്നല്ലേ? ആ ആളെ കണ്ടപ്പോൾ തന്നെ ജനങ്ങൾക്കെല്ലാം വലിയ കൗതുകമായിരുന്നു. സൈബർ ട്രാഫിക് ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് കാഞ്ഞങ്ങാട് നഗരത്തിൽ മാവേലിയും കാലനും ഒരുമിച്ചെത്തിയത്. ഓണത്തിരക്കിനിടയിൽ മാവേലിയും കാലനും ഒരുമിച്ചെത്തിയത് കണ്ടുനിന്നവർക്ക് കൗതുകമായി. സൈബർ ട്രാഫിക് ബോധവൽക്കരണവുമായാണ് മാവേലിയും കാലനും കാഞ്ഞങ്ങാട് നഗരത്തിലെത്തിയത്. ഹോസ്ദുർഗ് ജനമൈത്രി പോലീസ്, റോട്ടറി കാഞ്ഞങ്ങാട് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ബോധവൽക്കരണ സന്ദേശയാത്ര. മാവേലിയും കാലനും ഒപ്പമെത്തി ഓണക്കാലത്ത് ബോധവൽക്കരണം നടത്തി. കാഞ്ഞങ്ങാട് ബീറ്റ കൺട്രോൾ റൂമിലെ ഹോംഗാർഡുകളായ PK ജയൻ മാവേലിയായും KP അരവിന്ദൻ കാലനായും വേഷമിട്ടു. കാലനെ ജീവനെടുക്കുന്ന ആളായും മാവേലിയെ നിയമം അനുശാസിക്കുന്ന കള്ളവും ചതിവും ഇല്ലാത്ത രാജാവുമായാണ് പ്രതീകാത്മകമായി അവതരിപ്പിച്ചത്. രണ്ട് വ്യക്തിത്വങ്ങളെയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒന്ന് മഹാബലിയും, രണ്ട് കാലനും. കാലൻ പ്രതികരിക്കുന്നത് നമ്മുടെ ജീവനെ എടുക്കുന്ന ഒരാളായിട്ടാണ്. അതേസമയം മാവേലി എന്ന് പറയുന്നത് നിയമം അനുശാസിക്കുന്ന കള്ളവും ചതിവും ഇല്ലാത്ത ഒരു രാജ്യത്തിന്റെ രാജാവായിട്ടാണ്. അപ്പോൾ കാലൻ ജീവനെടുക്കുന്ന സാഹചര്യങ്ങളിൽ അതിലിടപെട്ട് അവരെ തെറ്റ് ചെയ്ത ആൾക്കാരെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചുകൊണ്ട് അവരെ നിയമം അനുശാസിക്കുന്ന ഒരു പൗരന്മാരായിട്ട് മാറ്റുക എന്നുള്ളൊരു സന്ദേശമാണ് ഈ കാലനും ഈ മാവേലിയിലൂടെ ഞങ്ങൾ പ്രതീകാത്മകമായി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് കാഞ്ഞങ്ങാട് നഗരത്തിൽ കുതിരപ്പുറത്താണ് മാവേലിയും കാലനും ബോധവൽക്കരണവുമായി പ്രജകളെ കാണാനെത്തിയത്. ബോധവൽക്കരണ ലഘുലേഖകളും വിതരണം ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്.